അവിടെ നിങ്ങളുടെ ഒരുപാട് പിന്നെ ഡിവോഷണൽ സോങ്സുകൾ അല്ലേ? പിന്നെ കുറെ പാട്ടുകളൊന്നും പാടിയില്ല ആ കാലഘട്ടങ്ങളിൽ. ബ്രേക്ക് എടുത്തു. ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അപ്പോഴും ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെ എനിക്ക് അതെ. ഒരുപാട് ആൾക്കാരൊന്നും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് അന്ന് അത്ര കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഇതും കുറവാണല്ലോ അല്ലേ? അപ്പൊ ഫോണോ അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടിൽ വാട്സാപ്പ് ഫോണൊന്നുമില്ല. ഒന്നും ഇല്ലല്ലോ. അപ്പുറത്തെ വീട്ടിലെ നമ്പറിൽ പി വിളിച്ചിട്ടാണ് എന്നെ കിട്ടുന്നത്. അതെ അതെ. അവര് വിളിച്ച് അവരത്തെ ചേച്ചി എനിക്ക് എന്നോടൊന്ന് പറയുമ്പോഴാണ് ഞാൻ ആരെങ്കിലും തിരിച്ചു വിളിക്കുന്നത്. അതെ അതെ. ചിലപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ അവരെ കിട്ടൂല. ഉം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ അതെ പി. അതെ. അപ്പൊ ഞാൻ ആ സമയത്താണ് നമ്മുടെ ഈ വയലിൻ ജേക്കബേട്ടനെ പരിചയപ്പെടണ. അങ്ങനെ അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നീ വീട്ടിലൊരു ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഒരു പേജറെങ്കിലും വാങ്ങുക. അന്ന് പേജറിന്റെ ആ കാലഘട്ടം. സത്യം. പേജർ വന്ന സമയത്ത് എന്നോട് പറഞ്ഞു പേജറെങ്കിലും എടുക്കുക, നിന്നെ കോൺടാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ അതെ. പല ആൾക്കാരും പറയുന്നത് എന്നെ കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ലാൻഡ് ഫോണൊക്കെ എടുത്ത് ആ സമയത്ത് എനിക്ക് അത്രയും ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജേക്കബേട്ടൻ. ഈ അന്ന് ഞങ്ങൾ ഈ കാസറ്റിന് വേണ്ടി പരിചയപ്പെട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം മരിച്ചുപോയി.